പള്ളിമുറ്റത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കുട്ടിക്കാനം മുഴുവൻ ടോട്ടിച്ചില്ലേ? മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും MLA-ക്കും MP-ക്കും ഒക്കെ എസ്കോട്ട് വന്ന പോലീസുകാര് പള്ളിയുടെ മുറ്റത്ത് നിപ്പുണ്ട്. അവിടെ നിന്നിട്ട് വേണം ഞങ്ങൾക്ക് പണി കിട്ടാൻ. പിന്നെ നിങ്ങൾക്കുള്ള ഡ്രസ്സും ടിക്കറ്റും ഒക്കെ ബാഗിൻ്റെ അകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരെ നമ്മൾ ഹൈ റേഞ്ച് ഹോട്ടലിൽ പോകുന്നു. ഡ്രസ്സ് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ബെന്നിച്ചന്റെ ജീപ്പ് അവിടെ റെഡിയാ. അതിൽ റെയിൽവേ സ്റ്റേഷനിൽ പക്ഷെ ഞങ്ങൾ ഈ അവസ്ഥ ഇവിടുന്ന് പോയാ നിന്റെയൊക്കെ കാര്യം. ഞങ്ങളുടെ കാര്യം പോക്കാ. എടാ എന്തായാലും നിങ്ങൾ ഒരുമിച്ചല്ലോ, അധികം സമയം കളയണ്ട, വന്ന് വണ്ടി കയറ്. എടാ ബാ പോവാ. നമ്മൾ എന്നാത്തിനെ ഇങ്ങോട്ട് വന്നേന്നറിയാമോ? കുറച്ചുകൂടി വിശാലമായ സ്ഥലത്ത് നിന്ന് വഴക്കൂടാൻ അല്ല, വഴക്കൊക്കെ അവസാനിപ്പിക്കാൻ. എന്നേക്കുമായി. അങ്ങനെയൊക്കെ നടക്കൂ? ഡിവോഴ്സിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എപ്പോഴാണ് ഈ ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞാൽ മതി. എന്ത് നീ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ തകർന്നു പോകുന്നു വിചാരിച്ചു. പിരിയാന്ന് പറയുമ്പോ ഒന്ന് പതറുന്നെങ്കിലും വിചാരിച്ചു. എവിടെ എന്ത് വന്നാലും ഉറപ്പിച്ച് നിൽക്കല്ലേ? എടി നീ ഉറപ്പിച്ചിട്ടാണെങ്കിൽ ഞാൻ 10 മിനിറ്റ് മുമ്പ് ഉറപ്പിച്ചതാ. എനിക്ക് സന്തോഷമുള്ളൂ നിന്നെ പിരിയാൻ. സന്തോഷത്തിന്റെ കാര്യം എനിക്കറിയാം. ഇനിയിപ്പോ ഫുൾ ഫ്രീഡം ആവുമല്ലോ. ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കൊണ്ടുവരാം അല്ലേ? കൊണ്ടുവരും. എടി നീ ആ മോഡലിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ ഇനി എന്നൊക്കെ പറഞ്ഞാലും അവളുടെ പേരിലുള്ള സംശയം നിനക്ക് മാറത്തില്ലെന്നല്ല, നിനക്ക് മാറ്റണ്ട. കാരണം നമ്മുടെ ഈ ബന്ധം ഒരു ഡിവോഴ്സിലേക്ക് എത്തിക്കാൻ നിനക്ക് ഒരു റീസൺ വേണം. അതാണ് ആ മോഡൽ, നിന്റെ തുറുപ്പ് ചീട്ട്. നിങ്ങൾക്ക് നാണല്ലേ മനുഷ്യന്റെ അടുത്ത് സംസാരിക്കാൻ? ഇല്ല. എനിക്കറിയാം. എനിക്ക് ഡിവോഴ്സ് വേണമെങ്കിലേ ഇവിടെ വന്ന് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യമുണ്ട് എനിക്ക്. അല്ലാതെ ഏതൊരു മോഡലിനെ പറ്റി സംസാരിക്കേണ്ട കാര്യം. ധൈര്യത്തിന്റെ കാര്യം നീ ഇവിടെ പറയണ്ട. നിന്റെ അപ്പൻ പാലത്തിങ്കൽ തൊമ്മിയുടെ ധൈര്യത്തെ കുറിച്ചൊക്കെ എനിക്കറിയാം. എന്റെ അപ്പനെ പറഞ്ഞാണ്ടല്ലോ. അങ്ങനെ അപ്പനെയും അമ്മയെയും അറിയാത്ത അച്ചാച്ചന്മാരെയും തെറി പറഞ്ഞ് ഞങ്ങൾ ആ പ്രേമവിവാഹം ഒരു വിധത്തിൽ കുടുംബ കോടതിയിൽ കൊണ്ടെത്തിച്ചു.